എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പറമ്പിലൊരു കുഞ്ഞു മഹാണി ഉണ്ടായിരുന്നുണ്ട് പണ്ട്. അപ്പോൾ ആ കുഞ്ഞു മഹാണിക്ക് ഒരു ഇത്രയേ ഉള്ളൊരു കുഞ്ഞൊരു മുഴ ഇങ്ങനെ വളർച്ച അനുസരിച്ചുണ്ടായിരുന്നേ. ഇത് നമ്മളോർത്തു അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരിക്കുന്ന പുറത്തുണ്ടല്ലോ. പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനതിന് വിശ്വസിപ്പിക്കുന്നത് ക്യാൻസർ എന്നാണ് കേട്ടോ. മഹാണി കുഞ്ഞിന് ക്യാൻസർ ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടു. കാരണം അത്രയും വലുതായി അത്. നമ്മളോർത്ത് അതിൻ്റെ വളർച്ച എന്തെങ്കിലും ബാധിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും അത്. പക്ഷെ ഞാൻ വിശ്വസിപ്പിക്കുന്നത് ക്യാൻസർ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ മഹാണി കുഞ്ഞിൻ്റെ ഇത് ചുറ്റും നമുക്ക് ഈ ചുറ്റും ഈ വലിയ ഇതാണ് ഒരു ട്യൂമർ വന്നേക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അതിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച നോക്കി താഴത്തേക്ക് വലിയ കുഴപ്പമില്ല. മഹാണിക്ക് എന്ത് വലിയ മരമാണെന്നല്ല നോക്കിക്കേ, മേളിലോട്ടും കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വളർച്ച ഈ ഒരു സംഭവം വന്നതോടുകൂടി അതിൻ്റെ വളർച്ചയെ താഴെയും മേളിലും ബാധിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇത്രയും വണ്ണമെങ്കിലും വെക്കേണ്ടതാണ്. ഇതിൻ്റെ ഇത്രയും വണ്ണമെങ്കിലും വെച്ച് ഇത് നല്ല മരമായി നിൽക്കേണ്ട മഹാണിക്കുഞ്ഞിനാണ് ഈ ഗതി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നേ. ഇത് എൻ്റെ മരമാകേണ്ടതായിരുന്നു. അതും ഇത് ഈ ഭാരം വെച്ചുകൊണ്ട് അതിന് എന്തൊരു അസ്വസ്ഥമാണ്. നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അസ്വസ്ഥതകളൊക്കെ ഇല്ല, അതുപോലെ ഇതിനും ഒരു കുഞ്ഞ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിപ്പിക്കുന്ന ട്യൂമർ എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്കറിയാലോ, ഓരോന്നിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ടല്ലോ. മരത്തെക്കുറിച്ച്, പക്ഷിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച്, അങ്ങനെ പലതരം ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതെന്ത് ഒരു പ്രതിഭാസമാണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.